ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഇന്ന് ഈ യാത്ര എവിടേക്കാന്നുള്ളതല്ലേ. ഇന്ന് നമ്മൾ നാളൊരു കല്യാണം ഉണ്ട്. അപ്പോൾ കല്യാണത്തിൻ്റെ ഡ്രസ്സിൻ്റെ കുറച്ച് ഫൈനൽ വർക്കിലേക്ക് പോവുകയാണ്. സാരി മാത്രം എടുത്തിട്ട് കാര്യമില്ലല്ലോ, ബ്ലൗസിൽ ഇപ്പോൾ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒറ്റയ്ക്ക് എന്തായാലും ഈ തലേദിവസം നടക്കില്ല, അതായത് സെറ്റാവില്ല എന്ന് തോന്നിയപ്പം നമ്മൾ ഈ മോള് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കുട്ടിയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ നമ്മൾ. എന്ന് വെച്ചാൽ അവിടെ പോയിട്ട് അത് ഫൈനലാക്കാമെന്ന് വിചാരിച്ചിട്ട്, എന്നാലേ കഴിയുള്ളൂ, ഇല്ലെങ്കിൽ കഴിയില്ല. എന്നിട്ടും ഞാൻ ഒരുപാട് സമയം വൈകിട്ടോ. രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്, നമുക്ക് എത്താൻ പറ്റിയില്ല. വളരെ ലേറ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ച് വരുന്ന ടൈം ഒരുപാട് വൈകിട്ടുമാണ് കേട്ടോ. ആകെ എന്താ പറയുക, വല്ലാത്തൊരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം. എന്തായാലും വൈകിയ കാരണം കൊണ്ട് തന്നെ തിരിച്ചു വരുന്ന വരവും ഒരുപാട് ലേറ്റ് ആവുമെന്ന് വിചാരിക്കുന്നു. നേരം വെളുത്ത കല്യാണത്തിന് പോകണം. ആ ഒരു തിരക്കും കാര്യങ്ങളും ഒരുപാട്, അതായത് ഒരു വർഷമായി കല്യാണം ഉറപ്പിച്ചിട്ട്, എന്നിട്ട് ഇപ്പം ഈ സമയത്താണ് ഈ ഓട്ടം മൊത്തം. തലേ ദിവസമാണല്ലോ എല്ലാവർക്കും ഉള്ളൊരു വെപ്രാളവും തിരക്ക് പിടിച്ചൊരു ഓട്ടവും കാര്യങ്ങളൊക്കെ വരിക. അപ്പോഴാണ് നമ്മളെല്ലാ സാധനങ്ങളും എടുക്കാനും എല്ലാത്തിനും ഓട്ടം. അപ്പോഴേക്കും നമുക്ക് ഒന്നെടുത്ത് ശരിയാവില്ല, വേറൊന്നെടുത്ത് ശരിയാവില്ല, അപ്പോഴേക്കും ബ്ലൗസ് അടിച്ച് കിട്ടില്ല. അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഭയങ്കര ഡിപ്രഷൻ തന്നെയായിരിക്കും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് പുഞ്ചപ്പാടം പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ ചെർപ്പളശ്ശേരി റോഡ് ഭയങ്കര ഷോർട്ട് ഏരിയ എന്ന് പറഞ്ഞത് കണ്ടില്ലേ. ഒരു വണ്ടി അവിടെ നിന്ന്, ഇപ്പോൾ ഈ സമയമൊക്കെ സ്കൂൾ വണ്ടികൾ വരുന്ന ടൈമാണ്. അപ്പം ആ സമയം നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കാരണം ഈ ഷോർട്ട് ഏരിയ പറഞ്ഞാൽ അവിടെ നിന്നൊരു വണ്ടി വന്നാൽ പിന്നെ നമ്മൾ ഇത്രയും ലോങ് പുറകോട്ട് വന്നിട്ട് വേണം ആ വണ്ടിക്ക് തിരിച്ചു വരാൻ. ഇനിയിപ്പോൾ അവിടെ നിന്നൊരു വണ്ടി വന്നാലും അവർക്ക് തിരിച്ചു പോകാനുള്ള ഒരു ഓപ്ഷനുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ വളരെ സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വഴി എന്ന് പറഞ്ഞാൽ വലിയ ഡേഞ്ചറാണ് അങ്ങനത്തെ വഴി. അങ്ങനെ ഞങ്ങൾ എന്തായാലും വെച്ച് പിടിച്ച് പോവുകയാണ്. വീടെത്തിട്ട് കാണിച്ചു തരാം, നിങ്ങളും പോരെ. നമുക്ക് ഒരുമിച്ച് ഈ വീഡിയോയിലുള്ള ഓരോ കാര്യങ്ങളും കാണാം, അതല്ലേ നല്ലത്. ഞാനപ്പം നിങ്ങളെ ഇത് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഈ ആര്യ വർക്ക് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും നിങ്ങൾക്ക് വല്ല പരിപാടി, ഫങ്ഷനും, മാരേജ് ഫങ്ഷനോ അല്ലെങ്കിൽ എന്ത് ഫങ്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ചെയ്യണം എന്ന് തോന്നുകയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ഇട്ടാൽ മതി അടിയിൽ. ഞാൻ വന്ന് റിപ്ലൈ തന്നോളാം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് നമ്മളതിനെ കോണ്ടാക്ട് നമ്പർ തരുന്നതായിരിക്കും. അപ്പം നമ്മളെന്തായാലും ആ വീടിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഹിന്ദിക്കാരോ മറാഠിക്കാരോ ഒക്കെ കൊണ്ടുവന്ന ഈ ഒരു പരിപാടി ഉണ്ടല്ലോ, ഈ ആര്യ വർക്ക്, എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി വർക്കാണ്. നമ്മൾ ഒരു തുണി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ കുട്ടികൾ എന്താ ചെയ്യുന്നത് നോക്കിയിരുന്ന് കുറേ നേരമൊക്കെ കണ്ടു. പക്ഷേ ഇടുപ്പിൻ്റെയും കഴുത്തിൻ്റെയൊക്കെ ഭയങ്കര പ്രശ്നം തന്നെയാണ്, ഇടുപ്പും കഴുത്തൊക്കെ. ഇത്രയും വർക്കാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ പോകുമ്പോൾ അവരുടെ ആ വീട്ടിലേക്കുള്ള ഒരാൾ പുറകെ, അവരെ അന്തം വിട്ടു. കാരണം അത്രയും ഷോർട്ട് ഏരിയയ്ക്ക് ആ വണ്ടി ഇറക്കണ കണ്ടിട്ട് അങ്ങനെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ വർക്ക് നിങ്ങൾ ഇപ്പം എല്ലാവരും ചെയ്യുന്നുണ്ട്, ആരും ചെയ്യാതെ ഒന്നല്ല ഇപ്പോൾ ഈ ഫങ്ഷനും കാര്യങ്ങൾക്കൊന്നും ഈ ഡ്രസ്സ് ഇടുന്നത്. കല്യാണ പെണ്ണിന് മാത്രമൊന്നുമല്ലല്ലോ, ഇപ്പോൾ എല്ലാവരും ഒരേപോലെ ഇരിക്കും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ നമ്മളിത് എൻ്റെ ബ്ലൗസിൻ്റെ വർക്ക് കഴിഞ്ഞു, മോളുടെ ബ്ലൗസിൻ്റെ പകുതി വർക്ക് പോയി. ഈ വർക്കെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലി ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾ അതും കൂടി കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം, നിങ്ങൾക്ക് എന്താ തോന്നിച്ചാൽ ആ ഒരു അഭിപ്രായം. നമ്മൾ പകുതി ചെയ്തിട്ടുള്ളൂ. കാരണം ആകെ കിട്ടിയ ടൈം ഒരു 3 മണിക്കൂറാണ്. ആ 3 മണിക്കൂറിൽ ആ കുട്ടിക്കാണ് ഒരു കുഞ്ഞാവയുണ്ട്, അതിനെ നോക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം, ഈ വർക്ക് ഉണ്ട്, എല്ലാം ഒരുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക.